ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്, നല്ല രീതിയിൽ ഹാർഡ് വർക്കും പേഷ്യൻസും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഈ ട്രേഡിങ്ങിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് എത്രയൊക്കെ ഹാർഡ് വർക്ക് എടുത്തിട്ടും ഏതൊക്കെ കോഴ്സ് എടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും സക്സസ് ആവാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ട്രേഡിങ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ട് ജസ്റ്റ് ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കി, കുറച്ച് ലോസ് വന്ന് അങ്ങനെ ട്രേഡിങ് നിർത്തി, അങ്ങനെയുള്ള ആൾക്കാരല്ല ഞാൻ ഉദ്ദേശിച്ചത്. ട്രേഡിങ്ങിൽ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കണ്ടിട്ട് കുറേ കോഴ്സുകൾ എടുത്ത് ഏതെങ്കിലും കോഴ്സുകൾ എടുത്ത് നോക്കി, കുറേ കാലം ഇതിന് പിന്നാലെ നടന്നു നോക്കി, പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നോക്കി, എല്ലാ റൂൾസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കി, 1 day 1 trade എന്നുള്ള രീതിയിൽ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്ന് നോക്കി, അങ്ങനെയൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് ഏതെല്ലാം രീതിയിൽ നോക്കിയിട്ടും എങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് എത്രയൊക്കെ ഹാർഡ് വർക്ക് എടുത്തിട്ട് പോലും ട്രേഡിങ്ങിൽ സക്സസ് ആവാത്ത കുറേ ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്നല്ല, അവർക്കായിരിക്കും ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി ചെയ്തതാണോ എന്നും കൂടെ ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇനി മുന്നോട്ട് ആ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് നോക്കുക. അത് ജസ്റ്റ് കേട്ടപാട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ച് നോക്കിയത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ, ഇത് ഉള്ള കാര്യം തന്നെ ആണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഞാൻ പറയുന്നതല്ല, ആര് പറഞ്ഞ തന്നെ കാര്യമായാലും ശരി, നിങ്ങൾ സ്വയം നിങ്ങളെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കി നോക്കുക. ഇത് ലോജിക്കുള്ള കാര്യമാണോ, ശരിക്കും ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും യൂസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇനി ഓർ വലിച്ചിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ട്രേഡിങ് ഏതെങ്കിലുമൊക്കെ കോഴ്സ് എടുത്ത് പഠിച്ച ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചു നോക്കുക. അതായത് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിച്ച ആൾ, അതായത് നിങ്ങളെ പഠിപ്പിച്ച ഒരു മെൻറ്റർ ഉണ്ടാവില്ല, ആ ഒരു മെൻറ്റർ ശരിക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആണോ, അതായത് പുള്ളി പൈസ ഉണ്ടാക്കുന്നത് ട്രേഡ് ചെയ്തിട്ടാണോ, അതല്ലെങ്കിൽ കോഴ്സ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളാണോ എന്ന് നിങ്ങളുടെ തന്നെ ചോദിച്ചു നോക്കുക. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അത് എങ്ങനെയൊക്കെയാണുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചില ആൾക്കാർ ഈ കോഴ്സ് കൊടുക്കുന്നതായിരിക്കും അവരുടെ മെയിൻ ബിസിനസ്, ട്രേഡിങ്ങിൽ ലോസ് ആയിരിക്കും. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ സെബി പിടിക്കുന്നൊക്കെ ഉണ്ട്, പിടിച്ച് ഫൈനൊക്കെ അടപ്പിക്കുന്നുണ്ട്. ഒരാളെന്നാൾ നോക്കിയ സമയത്ത് എത്ര കോടികൾ കോഴ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ട്രേഡിങ്ങിൽ നിന്ന് മൂപ്പർക്ക് ലോസാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ അടുത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും പഠിച്ചിട്ട്. സോ അത് നിങ്ങൾ ഒന്ന് നോക്കി നോക്കാം. നിങ്ങളെ പഠിപ്പിച്ച മെൻറ്റർ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആളാണോ, അതല്ലെങ്കിൽ കോഴ്സ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളാണോ. ഇനി ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും, ജസ്റ്റ് ഒരു സെക്കൻഡറി ഇൻകം എന്നുള്ള രീതിയിൽ സൈഡായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കോഴ്സ്. മെയിൻ ഇൻകം ട്രേഡിങ്ങിൻ്റെ തന്നെ ആയിരിക്കും. സോ അതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കി നോക്കി, നിങ്ങളെ പഠിപ്പിച്ച മെൻറ്റർ പ്രോഫിറ്റബിൾ ആണോ അല്ല ഉള്ളത്. വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഓരോ PNL ചെക്ക് ചെയ്താൽ മതി. PNL ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു വല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഓപ്പണായിട്ട് PNL കാണിക്കുന്ന ഒരാളായിരിക്കണം. കാണിക്കുക പറയുമ്പം ജസ്റ്റ് 1-2 ദിവസം അത്ര ലക്ഷം കിട്ടിയാൽ ഇത്ര കോടി കിട്ടിയെന്ന് പറയുന്നതല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇനി ഡെയിലി കാണിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാണിക്കണം. അതെല്ലാം മന്ത്ലി കാണിക്കുന്നതാണെങ്കിൽ എല്ലാ മന്തും, ഇയർലി ആണെന്നുണ്ടെങ്കിലും ഇയർലി ആണെന്നുണ്ടെങ്കിൽ ഒരു 1-2 കൊല്ലമൊക്കെ കാണിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ. സോ അങ്ങനെ കൺസിസ്റ്റൻ്റ് ഈ എല്ലാ മന്തും കാണിക്കുക പറയുമ്പം, അല്ല എല്ലാ ഡേയ്സും കാണിക്കുക പറയുമ്പം അതിൽ പ്രോഫിറ്റ് വന്ന ഡേയ്സ് ഉണ്ടാവും, ലോസ് വന്ന ഡേയ്സ് ഉണ്ടാവും, ബ്രേക്ക് ഈവൺ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാവും, എല്ലാ രീതിയിലുള്ള ഡേയ്സോ മന്ത്സോ ഒക്കെ ഉണ്ടാവും. കാരണം ട്രേഡിങ്ങിൽ ഒരിക്കലും എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുന്നൊരു സംഭവമല്ല. ലോസ് ഉണ്ടാവും എന്നുള്ളത് 100% ഗ്യാരണ്ടി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ബ്രേക്ക് ഈവൺ ആയാലും എന്തായാലും ഓപ്പണായിട്ട് വന്ന് കാണിക്കുന്ന ആളാണോ എന്നുള്ളത് നോക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഇങ്ങനെ PNL ഒക്കെ പുറത്ത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. മീൻസ് പേഴ്സണൽ ഇതാണ്, ഇൻകം അങ്ങനെ റിവീൽ ചെയ്യാനൊക്കെ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ വെരിഫൈഡ് PNL ചോദിച്ചു നോക്കാം. അതായത് നിങ്ങൾ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചോദിക്കുന്നത്, അപ്പം അത് കാണിച്ചു തരുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. അത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഓക്കെ, വെരിഫൈഡ് PNL ആണെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും കാണിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ PNL ഓപ്പണായിട്ട് കാണിക്കുന്നില്ല, അതേപോലെ തന്നെ വെരിഫൈഡ് PNL ചോദിക്കുന്ന സമയത്ത് അതും കാണിക്കുന്നില്ല, അത് രണ്ടും കാണിക്കുന്നില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് അടുത്തുനിന്ന് കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എത്ര എഫേർട്ട് ഇട്ടിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ ചിലപ്പോൾ കൊല്ലങ്ങളായിട്ട് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പറയുന്ന ഓരോ റൂൾസൊക്കെ ഫോളോ ചെയ്ത് നോക്കുന്നുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് കൊള്ളാൻ കഴിയില്ല. കാരണം ഒരു ഡ്രൈവിംഗ് അറിയാത്ത ആളടുത്ത്
നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. അതായത് നീന്തൽ അറിയാത്ത ഒരാളടുത്ത് നീന്തൽ പഠിക്കാൻ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ അവിടെ നിന്ന് ചിലപ്പോൾ മുങ്ങി മരിച്ചു പോയുള്ളൂ, അല്ലാതെ നിങ്ങൾ പഠിക്കാൻ കഴിയില്ല. സോ അതേപോലെ തന്നെയാണ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ് ട്രേഡിംഗ് അറിയാത്ത ഒരാളടുത്ത് നിന്ന് ട്രേഡിംഗ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ PNL കാണിക്കാത്ത ഒരാളടുത്ത് പോയിട്ട് ട്രേഡിംഗ് നിങ്ങൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക, എന്നിട്ട് നിങ്ങൾ വേറെ പരിപാടി നോക്കുക. കാരണം അതിൽ എത്ര ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കുന്നതനുസരിച്ചിട്ട് അത് വേസ്റ്റായി പോവുള്ളൂ. നിങ്ങൾ വെറുതെ ടൈം പോക്കാണ്, നിങ്ങളെ പൈസ പോക്കാണ്, അതിനോടൊരു യൂസ് ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഇനി അപ്പോൾ അത് ഫസ്റ്റ് കേസ്, ഇങ്ങനെ PNL ഒന്നും കാണിക്കാത്ത ആളാണെന്നുണ്ട്. ഇനി കാണിക്കുന്ന ആളാണ് എനിക്ക്, അതായത് PNL കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരാളടുത്താണ്, അത് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിച്ചതെന്ന് തന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഇനി സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ സ്ട്രാറ്റജി ആണെങ്കിലും ഓക്കെ, അത് പ്രോഫിറ്റബിൾ ആയ ഒരാളടുത്ത് നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസ്, അതല്ല പ്രോഫിറ്റബിൾ ആയ ആളടുത്ത് നല്ല എടുക്കുന്നുണ്ടെങ്കിൽ വേറൊരു കേസ്. ആ 2 കേസാണ് ഞാൻ പറയുന്നത്. പെയ്ഡ് കോഴ്സായാലും യൂട്യൂബിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും എവിടെ നിന്നായാലും ഈ കാര്യം ശ്രദ്ധിക്കാം. സോ ഇനി പ്രോഫിറ്റബിൾ ആയ ഒരാളടുത്ത് നിന്നാണ് ട്രേഡിംഗ് പഠിച്ചതെന്നിരിക്കട്ടെ. അങ്ങനെ അതായത് PNL കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വെരിഫൈഡ് PNL ചോദിക്കുമ്പോൾ കാണിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളടുത്ത് നിന്നാണ് പഠിച്ചതെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കോഴ്സ് എടുത്തതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആകാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് കോഴ്സ് എടുത്ത് കോഴ്സുള്ള കാര്യങ്ങളൊക്കെ ഒരു 2-3 ആഴ്ച കൊണ്ട് പഠിച്ചാൽ, ഒരു മാസം കൊണ്ട് പഠിച്ച് അടുത്ത മാസം തൊട്ടിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് വേറെയും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്തൊക്കെയാണുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ച് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പഠിച്ച് മൂപ്പര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡി ആക്കി, അതൊക്കെ കംപ്ലീറ്റ് ഓക്കെ. പക്ഷെ അതിന് പുറമെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വേണം. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ വേണം. അതിനെല്ലാത്തിനും പുറമെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആ ഒരു ട്രേഡർ, നിങ്ങളെ പഠിപ്പിച്ചെന്ന ആ ഒരു ട്രേഡർ ആ ഒരു സ്ട്രാറ്റജി പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അത് പഠിച്ച ഉടനെ പെട്ടെന്ന് ഒരു ദിവസം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം പുള്ളി ആ ഒരു സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത്, ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത്, അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് വരുത്തേണ്ട കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് പേപ്പർ ട്രേഡിങ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏറ്റവും ചുരുങ്ങിയ ക്വാണ്ടിറ്റിയിൽ ഒരു ലോട്ടിൽ ചെയ്ത് നോക്കി, അതിൽ ചിലപ്പോൾ റിയൽ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇമോഷൻസിൻ്റെ വേറെ പ്രശ്നങ്ങളുണ്ടോ, അത് ക്ലിയർ ചെയ്ത്, അപ്പോൾ ചിലപ്പോൾ സ്ട്രാറ്റജിയിൽ വേറെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുത്തി ചേഞ്ചസൊക്കെ വരുത്തി റിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾക്ക് അയാൾ തരുന്നത്. അപ്പം പക്ഷേ നിങ്ങളതൊന്നും ചെയ്തില്ല, നിങ്ങൾ ഈ ബാക്ക് ടെസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ ഇന്നലെ കോഴ്സ് എടുത്ത് ഇന്ന് ആ സ്ട്രാറ്റജി പഠിച്ച് ആ എൻഡ് റിസൾട്ട് ആയിട്ടുള്ള സാധനം മാത്രമാണ് നിങ്ങളുടെ അടുത്തുള്ളൂ. അത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ മൂപ്പർക്ക് അങ്ങനെയല്ല, മൂപ്പർക്ക് അത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട്. ആ സ്ട്രാറ്റജീൻ്റെ ഓരോ ഹുക്ക് ആൻഡ് കോർണർ മൂപ്പർക്ക് അറിയാൻ പറ്റും. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില സിറ്റുവേഷനിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. മൂപ്പർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാൻ മെൻറ്റർക്ക്, പക്ഷേ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയി SL അടിക്കുന്ന ടൈം വരികയായിരിക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് SL അടിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ആ മെൻറ്റർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള SL ആണ്, ഇതിൽ ഡ്രോ ഡൗൺ ഇത്ര വരും, മാക്സിമം ഇത്ര SL വരെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഇത്ര SL അടുപ്പിച്ചടിച്ചിട്ടുണ്ട്, ഒരു 10 SL അല്ലെങ്കിൽ ഒരു 20 SL എനിക്ക് അടുപ്പിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ലോട്ട് കൂട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ 20 ട്രേഡ് അടുപ്പിച്ച് SL അടിക്കുകയാണെങ്കിലും മൂപ്പർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മൂപ്പർക്ക് അറിയാം ഇത് ട്രേഡിങ്ങിൽ വരാൻ ചാൻസ് ഉള്ള സംഭവമാണ്, ഇനി അടുത്തൊരു 3-4 ട്രേഡ് അടിച്ച് ടാർഗറ്റ് അടിക്കുമ്പോഴേക്ക് ഇതൊക്കെ റിക്കവർ ചെയ്ത് വരുന്നുള്ളത് മൂപ്പർക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് അത് അറിയില്ല. ഇനിയിപ്പോൾ മൂപ്പര് പറഞ്ഞു നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ വന്നിട്ട് അടുപ്പിച്ച് കുറച്ച് SL അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇമോഷൻസിനെ വല്ലാണ്ട് ബാധിക്കും. നിങ്ങൾക്ക് പ്രാക്ടിക്കലി മൂപ്പർ പഠിപ്പിച്ചെന്ന രീതിയിൽ ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ വേറെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ SL ടിപ്പിലടിച്ച് പോകുന്ന കേസ്, ചില ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ SL വെച്ചിട്ടുണ്ടോ ടാർഗറ്റ് വെച്ചിട്ടുണ്ടോ ആ SL ടിപ്പിലടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പോകും. അതേപോലെ ചിലപ്പോൾ ടാർഗറ്റ് ജസ്റ്റ് മിസ്സായിട്ട് ഇതിലേക്ക് വരും, SLലേക്ക് വരും. അങ്ങനത്തെ കേസൊക്കെ ഉണ്ടോ? അതിലൊക്കെ നിങ്ങളെ ഇമോഷൻസ് വല്ലാണ്ട് ആക്ടിവേറ്റ് ആവും. ആദ്യമായിട്ട് പഠിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇമോഷൻസ് വല്ലാണ്ട് ആക്ടിവേറ്റ് ആവും. പക്ഷേ മെൻറ്റർക്ക് അത് പ്രശ്നമായിരിക്കില്ല. കാരണം മെൻറ്റർക്ക് അറിയാം ഇങ്ങനെ വരും, ഇതൊക്കെ ഇതിൽ നോർമലായിട്ട് വരുന്ന കേസാണ്. അപ്പോൾ മെൻറ്റർ അങ്ങനത്തെ ഒരു ട്രേഡ് എടുത്തിട്ട് SL ജസ്റ്റ് ടിപ്പിലടിച്ച് ടാർഗറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചിലപ്പോൾ അവിടെ ഓവർ ട്രേഡ് ചെയ്യും, ആവശ്യമില്ലാത്ത റിവെഞ്ച് ട്രേഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി അതേപോലെ ചിലപ്പം ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു ദിവസം കംപ്ലീറ്റ് മാർക്കറ്റ് നോക്കി എൻട്രി കിട്ടില്ല, അടുത്ത ദിവസം നോക്കി എൻട്രി കിട്ടില്ല, ചിലപ്പോൾ 2, 3, 4 ദിവസമൊക്കെ അടുപ്പിച്ചിരുന്ന് നോക്കിയിട്ട് എൻട്രി കിട്ടാത്ത കേസ് ഉണ്ടാവും. അതായത് ഓരോ സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന എൻട്രീസിൻ്റെ എണ്ണൊക്കെ വ്യത്യാസം ഉണ്ടാവും.
അപ്പോൾ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് എൻട്രി കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ സ്റ്റുഡൻറ്റ് ഫ്രസ്ട്രേറ്റഡ് ആവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ബാക്കി എല്ലാ പരിപാടിയും ഒഴിവാക്കി വന്ന് ട്രേഡിങ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ട്രേഡിങ്ങിൽ ഇരുന്നിട്ട് 3-4 ദിവസമായിട്ട് ഒരു എൻട്രി പോലും കിട്ടുന്നില്ല, ആകെ ഭ്രാന്ത് പിടിക്കും. പക്ഷേ ആ മെൻറ്റർക്ക് അവിടെയും അറിയാം എൻ്റെ സ്ട്രാറ്റജിയിൽ ഇങ്ങനെ ചില ദിവസങ്ങൾ എൻട്രി വരാതിരിക്കും. ആ ടൈമിൽ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നാൽ നല്ല എൻട്രി വരുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുകയും ചെയ്യും. അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ അവിടെ ഉണ്ടാവും. അതല്ല ഈ 2-3 ദിവസം എൻട്രി കിട്ടാത്ത ദിവസം ഏതെങ്കിലുമൊക്കെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് SL അടിച്ച് കഴിഞ്ഞാൽ നല്ല എൻട്രി വരുമ്പോൾ എടുക്കാനുള്ള ക്യാപിറ്റൽ പോലും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് മൂപ്പര് ആ ടൈമിലൊക്കെ കൂളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ ടൈമിൽ കൂളായിരിക്കാൻ കഴിയില്ല. സോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളൊരു സ്ട്രാറ്റജി പഠിക്കുന്ന സമയത്ത്. ഒരു മെൻറ്റർ എടുത്ത സ്ട്രാറ്റജി പഠിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ അത് ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്യണം. അതായത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെൻറ്റർ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രോഫിറ്റബിൾ അല്ലാത്തൊരു ട്രേഡർ അടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് നിങ്ങൾ ഈ എത്രയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാൻ കഴിയില്ല. 100% ഗ്യാരണ്ടിയാണ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡർ എടുത്തു നിന്നാണ് നിങ്ങൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സ് എടുത്തിട്ടോ എങ്ങനെയൊക്കെ പഠിച്ചതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കി നോക്കുക, ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂളായിട്ട് പല സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ സെയിം സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യാൻ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഡി ആവുന്നില്ല. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ആ കോൺഫിഡൻസ് വേണമെന്നല്ല, എനിക്ക് ഈ സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാധനമല്ല ഈ സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബാക്കി എല്ലാ ബിസിനസ്സും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, ബാക്കി ബിസിനസ്സിനൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോസൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് നേരല്ല വരുന്നത്. സാവധാനമൊക്കെ ആയിരിക്കും ലോസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലായി. മറ്റേ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ലോസിൻ്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി ചെയ്യാം. പക്ഷേ ട്രേഡിങ്ങിൽ എങ്ങനെയാണ്? ട്രേഡിങ്ങിൽ ലൈവായിട്ട് നമ്മൾ മുന്നിൽ കാണാണ് ചോപ്പും പച്ചയും. അപ്പോൾ അതിൽ ഇമോഷൻസിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ 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 വലുതാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. ഡയറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, പൈസ ഇത്ര നഷ്ടപ്പെട്ട് ഇത്ര കിട്ടി എന്നുള്ളത് ഡയറക്റ്റ് നമ്മളെ മുന്നിൽ കാണുകയാണ്. സോ അവിടെ നമ്മളെ ഇമോഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ നമുക്ക് അത്രയും നല്ല കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജി ആദ്യം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ എത്ര SL വരാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ ഡ്രോ ഡൗൺ എത്രയാണ്, അതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി എത്രയാണ്, അതായത് ഒരു 10 ട്രേഡ് അല്ലെങ്കിൽ 20 ട്രേഡ് എടുത്താൽ എത്ര SL അടിക്കാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ റിസ്ക് റിവാർഡ് എങ്ങനെയാണ്, അതിൽ എത്ര ദിവസം അടുപ്പിച്ച് ട്രേഡ് കിട്ടാതിരിക്കലുണ്ട്, ഒരു മാസം ഏകദേശം എത്ര ട്രേഡ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി. ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം പേപ്പർ ട്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ ഒന്ന് ഫെമിലിയർ ആവുക. കുറച്ച് കാലം അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ആ സ്ട്രാറ്റജി ആയിട്ട് നല്ല രീതിയിൽ ഫെമിലിയർ ആവും. അതിനുശേഷം മാത്രം റിയൽ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ക്വാണ്ടിറ്റിയിൽ ഒരു സിംഗിൾ ലോട്ട് ഏറ്റവും ചുരുങ്ങിയ ക്വാണ്ടിറ്റി എത്രയാണ് എടുക്കാൻ പറ്റുക ആ ലോട്ടിൽ അത്യാവശ്യം നല്ല ക്യാപിറ്റൽ വെക്കാൻ വരുമ്പം ജസ്റ്റ് ഡിപ്ലോയ് ചെയ്യാനുള്ള ക്യാപിറ്റൽ വെച്ചാൽ പോരാ. അപ്പോൾ ഒരു 1000 രൂപ മതി ഒരു ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിൽ 1000 രൂപ വെച്ചാൽ പോരാ. അതിൻ്റെ ഡ്രോ ഡൗണിൻ്റെ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുപ്പിച്ച് എത്ര SL വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നോക്കണത്. അപ്പോൾ അടുപ്പിച്ചിപ്പോൾ ഒരു കുറച്ച് SL വരാൻ ചാൻസ് ഉണ്ട്, അതിലിപ്പോൾ ഒരു 2000 രൂപ വരെ ഡ്രോ ഡൗൺ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാൻ ഒരു 1000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു 3000 രൂപയെങ്കിലും നിങ്ങൾ അതിൽ കരുതണം. കാരണം നിങ്ങൾ എടുക്കാൻ തുടങ്ങിയ ടൈമിൽ തന്നെ അടുപ്പിച്ച് SL വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഡിപ്ലോയ് ചെയ്യ ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ പോലും ഇല്ലാതെ പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസൊന്നും വരരുത്. അതിന് വേണ്ടിയിട്ട് ഒരു റിസർവ് ഫണ്ട് എന്നുള്ള രീതിയിൽ ക്യാപിറ്റൽ കുറച്ച് കൂട്ടിയിടണം. ഈ ഡ്രോ ഡൗണും കാര്യങ്ങളൊക്കെ എത്ര ഡ്രോ ഡൗൺ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അറിയെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര റിസർവ് ഫണ്ട് വേണമെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ സ്ട്രാറ്റജി ലൈവായിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് ഈ സ്ട്രാറ്റജിനെ പറ്റി അത്യാവശ്യം മിങ്കിളായി സ്ട്രാറ്റജിനെ പറ്റി അത്യാവശ്യം ഫെമിലിയറായി സ്ട്രാറ്റജി ചെയ്ത് അതിൻ്റെ ഓരോ ഹുക്കും കോർണറൊക്കെ കണ്ട് ചില ട്രേഡൊക്കെ SL ടിപ്പിലടിച്ച് ടാർഗറ്റിലേക്ക് പോകണമെന്നൊക്കെ കണ്ട് അതൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ഫെമിലിയറായി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്കും ആ സ്ട്രാറ്റജി സാവധാനം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അതായത് പ്രാക്ടിക്കലി കറക്റ്റായിട്ട് ആ മെൻറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ, അത് പെട്ടെന്നൊന്നും കഴിയില്ല, കുറച്ച് ടൈം എടുക്കും, എന്നാലും അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. ആ രീതിയിൽ വളരെ സാവധാനം നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു സക്സസ് ആയി വരാൻ കഴിയുള്ളൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, അങ്ങനെയൊക്കെ ചെയ്താൽ മതി, കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി, പേഷ്യൻസി കാര്യങ്ങളൊക്കെ വേണം. നല്ല രീതിയിലുള്ള ഇമോഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. പെട്ടെന്ന് ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പണ്ട് ഉണ്ടാക്കിയ ലോസൊക്കെ റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് റിക്കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള മൈൻഡ് സെറ്റൊന്നും ആയിട്ട് ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ല. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മൈൻഡും ഒഴിവാക്കിയിട്ട്
ട്രേഡിങ് പഠിക്കണം, ഏറ്റവും ചെറിയ ലോട്ടിൽ വെച്ചിട്ട് പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യും, എമൗണ്ട് വൈസ് നോക്കാതെ പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്ലോലി കയറി വന്നാൽ മാത്രമേ സംഭവം നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും നല്ല രീതിയിലുള്ള ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര സ്റ്റെപ്സ് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഫസ്റ്റ് തൊട്ടിട്ട് എല്ലാ സ്റ്റെപ്സും ഒരു ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, എന്നാലും അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷേ ആ ഒരു ഓർഡറിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നതൊക്കെ തന്നെയുള്ള ട്രേഡിങ്. അത് ഈ സ്ട്രാറ്റജി വരുമ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും സ്ട്രാറ്റജി എടുക്കണം തന്നെ ഇല്ല, നിങ്ങൾ ഏതെങ്കിലും പ്രോഫിറ്റബിൾ ആയ ട്രേഡർ സ്ട്രാറ്റജി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാർക്കറ്റിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, ചെറിയൊരു സ്ട്രാറ്റജി യൂട്യൂബിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പക്ഷേ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആൾ ആദ്യം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടാവും. ആദ്യം സാമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം, അത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ വരുന്ന ഡിഫക്ട്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം. അങ്ങനെ വരുത്തുന്ന സമയത്തായിരിക്കും പുതിയ ചില പ്രശ്നങ്ങൾ വരിക, അത് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്തിട്ട് ഇമോഷൻസ് റെഡിയാക്കി സ്ട്രാറ്റജി റെഡിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു മെൻറ്ററെ ഹെൽപ്പ് നിങ്ങൾ തേടുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും കിട്ടുക. ആ സ്ട്രാറ്റജി ആയിട്ട് ഒന്ന് ഫെമിലിയർ ആവാനുള്ള ടൈം മാത്രമേ നിങ്ങൾക്ക് മതിയാവും. സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്ത് ചെയ്യാനുള്ള ടൈം വേണ്ടി വരില്ല, അത്ര വ്യത്യാസമുള്ളൂ. അല്ലാതെ പെയ്ഡ് കോഴ്സ് എടുക്കണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും ചെയ്ത് വെച്ച സ്ട്രാറ്റജി തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഷൂട്ടാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഷൂട്ടാവുന്ന സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക് ഇപ്പം വലിയ റിസ്ക് റിവാർഡുള്ള സ്ട്രാറ്റജി ചെയ്യുന്ന സമയത്ത് നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി കുറവായിരിക്കും. അതായത് 1:5 അല്ല 1:10 ഒക്കെ ട്രേഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വിന്നിങ് പ്രോബിലിറ്റി കുറവായിരിക്കും. അതായത് ഒരു 20 ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 2-3 ഒക്കെ ടാർഗറ്റ് അടിക്കുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ചിലപ്പോൾ SL ആയിരിക്കും. ഇപ്പോൾ ഒരു 20 ട്രേഡിൽ ഫസ്റ്റ് ഒരു 10-15 16 SL അടിക്കാനായിരിക്കാം. അത് ചിലവർക്ക് ഇമോഷണലി ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, എത്ര ഇതിനെ പറ്റിയുള്ള റിയാലിറ്റി മനസ്സിലാക്കിയാലും അത് ചിലവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എത്ര അടുപ്പിച്ച് കുറേ SL അടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ വലിയ റിസ്ക് റിവാർഡുള്ള സ്ട്രാറ്റജീൻ്റെ പിന്നാലെ പോകരുത്. ചെറിയ വിൻ റേറ്റ് അല്ല ചെറിയ റിസ്ക് റിവാർഡുള്ള 1:1 അല്ല 1:2, 3 ഒക്കെ ഉള്ള ട്രേഡ്സ് എടുക്കാൻ നോക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും സ്ട്രാറ്റജീൻ്റെ പിന്നാലെ പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 5-10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും ഒരു 2-3 ടാർഗറ്റ് അടിക്കും. പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഇമോഷൻസിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാം മറ്റേത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് കുറച്ച് SL അടിച്ചാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ റിസ്ക് റിവാർഡുള്ള സ്ട്രാറ്റജിക്ക് പിന്നാലെ പോകാൻ 1:5, 10 അല്ല 20 അങ്ങനെയൊക്കെ പോകാൻ പറ്റും. സോ അതിൽ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവാൻ പറ്റും. ഇപ്പോൾ റിച്ചാർഡ് ഡെന്നിസ് എന്നൊക്കെ പറഞ്ഞ ട്രേഡർ 95% ആണ് 5% ആണ് മൂപ്പരെ വിൻ റേറ്റ്. 100 ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ 95 SL ആയിരിക്കും, ആകെ 5 മൂപ്പരെ ടാർഗറ്റ് അടിക്കുള്ളൂ. പക്ഷേ 5 അത്രയും വലിയ മോൺസ്റ്റർ ട്രേഡ് ആയിരിക്കും, ഹ്യൂജ് റിസ്ക് റിവാർഡ് ആയിരിക്കും. അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ അത്രയും നല്ല ഇത് വേണം, മൈൻഡ് സെറ്റും മൈൻഡ് കൺട്രോളൊക്കെ വേണം. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. അപ്പോൾ അത് ഓരോ ആൾക്കാരെ നേച്ചറിനനുസരിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സ്ട്രാറ്റജി തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഈ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നതൊക്കെ തന്നെയുള്ള ട്രേഡിങ്. അല്ലാതെ വലിയ റോക്കറ്റ് സയൻസോ മറിച്ചോ ഒന്നുമല്ല. ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം, പ്രോഫിറ്റബിൾ ആവാനും പറ്റും. പക്ഷേ ആ ഒരു പെയിന് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് മാത്രം. കുറച്ച് ഹാർഡായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, അതൊക്കെ സഫർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.